പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പേര് പറയപ്പെട്ടതാകുന്ന പ്രവാചകന്മാർ 25 നാമമാണ്, 25 പേരുകളാണ്. ആ 25 പേരുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ എടുത്തു പറഞ്ഞിട്ട് പറയുന്നു, ചിന്തിക്കണേ മുഅ്മിനീങ്ങളെ, ഇവർ സാലിഹീങ്ങളാണ്, സാലിഹീങ്ങളാണ്. എന്തിനാണ് നമ്മൾ മദ്രസയിലേക്ക് വിടുന്നത്? എന്തിനാണ് ദീനി കലാലയത്തിലേക്ക് വിടുന്നത്? ഇതിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? സാലിഹാവുക എന്നുള്ളതാണ്. എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് ദഅവത്തിന് വേണ്ടി, ദീനി പ്രബോധനത്തിന് വേണ്ടി അയച്ചിട്ടുള്ളതാകുന്ന മുഴുവൻ റസൂലുകളും അമ്പിയാക്കന്മാരും ഒക്കെ സാലിഹീങ്ങളായിരുന്നു. ഖുർആൻ സാക്ഷ്യപ്പെടുത്തുകയാണ്, അവരൊക്കെ സാലിഹീങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മളും എന്താവണം? സാലിഹാകാൻ വേണ്ടി പരിശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ ഉസ്താദുമാരുടെ കൈക്ക് പിടിച്ചിട്ട് പറയലെന്താ? ഉസ്താദേ, എന്റെ മക്കളെ സാലിഹീങ്ങളാക്കണം, ദുആ ചെയ്യണം, പറയാറില്ലേ? അപ്പൊ അതൊക്കെ പോയി. ഉസ്താദ് ഒരു വണ്ടി എടുക്കണം, വീടും സ്ഥലവും വിറ്റ് കിട്ടണം, കുറച്ച് ഫുലൂസ് ഇല്ല, പൈസയുടെ വിഷയങ്ങളുണ്ട്, സാമ്പത്തികമായിട്ട് ഭയങ്കര നിരക്ക്, ഉസ്താദ് അപ്പൊ അതൊക്കെയാ പറയല്ലേ. ഇപ്പൊ ദുന്യാവാണ്, ആഖിറൊന്നും ആരും അങ്ങനെ ചോദിക്കലില്ല. സാലിഹായ ഒരു കുട്ടിയെ തരണമെന്ന് ചോദിക്കുന്നവർ എത്ര പേരുണ്ട്? വളരെ വിരളാണ്. അങ്ങനെ ചോദിക്കണം, കേട്ടോ, നല്ലതുപോലെ ശ്രദ്ധിച്ചോ. അതിനാണ് ആയത്ത് ഓതി പറയുന്നത്, ഇവിടെ ശ്രദ്ധിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയാ വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയാ വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സാലിഹീൻ. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുകയാണ്. തീർച്ചയായും നാം ഇബ്രാഹിമിനെ തിരഞ്ഞെടുത്തു. വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയാ, ഈ ദുനിയാവിൽ നാം ഇബ്രാഹിമിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അദ്ദേഹം സമുന്നതനായ വ്യക്തിയാണ്. ഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സാലിഹീൻ. അദ്ദേഹം തീർച്ചയായും പാരത്രിക ലോകത്ത് സാലിഹീങ്ങളോടൊപ്പമാണ്, സാലിഹീങ്ങളിൽപ്പെട്ട വ്യക്തി അത്രേ. അല്ലാഹു പറയാൻ ആരെക്കുറിച്ച്? ഇബ്രാഹിം നബി. മങ്കൂസ് മൗലൂദിലുണ്ടാകുമ്പോ ഭയങ്കര അലൈഹിസ്സലാം, ഇത് കഴിയുമ്പോ ചീരന് കിട്ടും. ഇപ്പൊ ഒന്നുമില്ല. ഉറക്കെ പറയും സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. പ്രവാചകന്മാരുടെ പേര് കിട്ടുമ്പോൾ പറയണം. നമ്മൾ ബഹുമാനം കൊടുക്കേണ്ടവർക്ക് ബഹുമാനം കൊടുക്കാത്തതുകൊണ്ടാണ് നമ്മളെ ആരും ബഹുമാനിക്കാത്തത്. വാപ്പ ഉറക്കെ ചെല്ലണം അലൈഹിസ്സലാം എന്ന്. അപ്പൊ വാപ്പയെ കാണുമ്പോൾ മക്കൾ എഴുന്നേൽക്കും. മുൻഗാമികളെ ബഹുമാനിക്കണം, ആദരിക്കണം, പ്രത്യേകിച്ച് പ്രവാചകന്മാരെ. ഉറക്കെ ചെല്ലണം സയ്യിദുനാ ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആരാണെന്ന് അല്ലാഹു പറയാൻ, ഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സാലിഹീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പാരത്രിക ലോകത്ത് ആരോടൊപ്പമാണ്? സാലിഹീങ്ങളോടൊപ്പമാണ്. വിശുദ്ധമായ ഖുർആൻ. എന്തുകൊണ്ട്? ആരാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം? അല്ലാഹു പറഞ്ഞിട്ടുള്ള എന്ത് കാര്യവും അക്ഷരം പ്രതി അനുസരിച്ചിട്ടുണ്ട്. ആര്? സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഖുർആൻ പറയാണ്, ഇദ ഖാല ലഹു റബ്ബുഹു അസ്ലിം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു അത്രേ, അല്ലയോ ഇബ്രാഹിമേ, നീ പരിപൂർണമായി വഴിപ്പെടണേ, വഴിപ്പെടണേ. അസ്ലിം, നീ എനിക്ക് പരിപൂർണമായി വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണേ. ഉടനെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് തിരിച്ചു പറയുകയാണ്, അസ്ലംതു ലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്ലംതു ലില്ലാഹി അസ്ലംതു ലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവലോക സംരക്ഷകനായ സർവാധിപതിയായ അല്ലാഹുവിന് ഞാനിതാ പരിപൂർണമായി വഴിപ്പെട്ടിരിക്കുന്നു. ഏതൊരു പദം കൊണ്ട് അല്ലാഹു കൽപ്പിച്ചു, അതേ കൽപ്പന നിർവഹിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ശിരസാവഹിച്ചുകൊണ്ട് റബ്ബിനോട് പറയുകയാണ്. അസ്ലിമെന്ന് പറഞ്ഞപ്പോൾ തിരിച്ചു പറഞ്ഞു, അസ്ലംതു ലില്ലാഹി റബ്ബിൽ ആലമീൻ.
സർവലോക സംരക്ഷകനായ അല്ലാഹുവിനെ ഞാനിതാ പരിപൂർണമായി വഴിപ്പെട്ടിരിക്കുന്നു എന്ന് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. അതുകൊണ്ടല്ലേ പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയെ മദ്ഹ് ചെയ്തുകൊണ്ട് പറയുകയാണ്, വഇദ് ബതലാ ഇബ്രാഹിം റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹൂൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് എല്ലാ നിലയ്ക്കുമുള്ളതാകുന്ന വചനങ്ങൾ നാം കൊടുത്തപ്പോൾ, ഏത് നിലയ്ക്കുള്ള പരീക്ഷണങ്ങൾ നാം നൽകിയാലും അതെല്ലാം പരിപൂർണമായി പൂർത്തീകരിച്ച വ്യക്തിയാണ് സയ്യിദുനാ ഇബ്രാഹിം എന്ന് വിശുദ്ധമായ ഖുർആൻ. വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹിം ഇല്ലാ മാ സഫിഹ നഫ്സഹു. അതുകൊണ്ട് തന്നെ ഈ ഇബ്രാഹിമിന്റെ ചര്യയെ വിട്ടുകൊണ്ട് ആരാണ് ചിന്തിക്കുന്നത്? അവൻ പമ്പര വിഡ്ഢിയല്ലയോ? അവൻ സ്വന്തമായി വിഡ്ഢിയായി നടക്കുന്നവനല്ലയോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വരെ പരിശുദ്ധ പ്രവാചകനാകുന്ന നമ്മുടെ നബിയാകുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വരെ അല്ലാഹു കൽപ്പിച്ചത് വത്തബിഅ മില്ലത ഇബ്രാഹീമ ഹനീഫാ. നബിയേ നബിയേ ഇബ്രാഹിമിന്റെ ചര്യയെ പിൻപറ്റണേ, ഇബ്രാഹിമിനെ അനുധാവനം ചെയ്യണേ ഹബീബേ. കാരണം ഇതൊരു സാധാരണ മനുഷ്യനല്ല, ഇതൊരു സാധാരണ മനുഷ്യനല്ല. അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള സർവകാര്യങ്ങളും പരിപൂർണമായി ഏറ്റെടുത്തുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കവേ വഇന്നഹു ഫിൽ ആഖിറതി ലമിന സ്വാലിഹീൻ. പടച്ച റബ്ബിനെ അനുസരിച്ചുകൊണ്ട് തഖ്വ വെച്ചുകൊണ്ട് ജീവിച്ചതുകൊണ്ട് തന്നെ ഇദ്ദേഹം പാരത്രിക ലോകത്ത് സാലിഹീങ്ങളിൽ പെട്ട വ്യക്തിയാണ്. ഇദ്ദേഹം സാലിഹായ മനുഷ്യനാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആരാണ്? സാലിഹായ മനുഷ്യനാണ്. ഇബ്രാഹിം നബിയുടെ മകൻ സയ്യിദുനാ ഇസ്ഹാഖ് നബി ഖുർആൻ പറഞ്ഞു സാലിഹാണ്. وبشرناه بإسحاق نبيا من الصالحين. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, നാം ബഹുമാനപ്പെട്ട ഇബ്രാഹിമിന് സന്തോഷവാർത്ത അറിയിച്ചു. മക്കളില്ലാതെ വിഷമിച്ച വ്യക്തിയല്ലയോ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാമിന് നാം സന്തോഷവാർത്ത അറിയിക്കുകയാണ്. ഇസ്ഹാഖ് എന്ന പൊന്നുമോനെ കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കുകയാണ്. ആരാണ് ഇസ്ഹാഖ്? നബിയ്യം മിനസ് സാലിഹീൻ, സാലിഹീങ്ങളിൽ പെട്ടതാകുന്ന പ്രവാചകരത്രേ. ശുദ്ധ ഖുർആൻ. ഇസ്ഹാഖ് നബി ആരാണ്? സാലിഹായ മനുഷ്യൻ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഉറക്കെ പറയാം, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തീർന്നില്ല അടുത്ത പ്രവാചകൻ. എണ്ണിയാ തീരൂല, സമയം ഒരുപാട് പോകും. ആയത്തുകളാണ്, വേറൊന്നുമില്ല. നല്ലതുപോലെ ശ്രദ്ധിച്ചോ. എന്തിനാ അള്ളാഹു ഇങ്ങനെ മുൻഗാമികളാകുന്ന ഈ പ്രവാചകന്മാരൊക്കെ സാലിഹാണ് സാലിഹാണ് സാലിഹാണെന്ന് പറയുന്നത്? എന്തിനാ? ഈ ഉമ്മത്ത് പഠിക്കാൻ. നമുക്ക് ഖുർആൻ ഇറങ്ങിയത് ആരെക്കുറിച്ചാ സാലിഹ എന്ന് പറയുന്നത്? മുൻഗാമികളാകുന്ന പ്രവാചകന്മാരെ കുറിച്ച്. എന്തിന്? അവരോടൊപ്പം ചേരണം. അതിനുവേണ്ടിയാണ് ഈ മദ്രസയിലേക്ക് വിടുന്നത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. بسم الله الرحمن الرحيم وأدخلناه في رحمتنا إنه من الصالحين. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദുനാ ലൂത്ത് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുകയാണ്. സയ്യിദുനാ ലൂത്ത് നബി അലൈഹിസ്സലാമിനെ നാം നമ്മുടെ കാരുണ്യത്തിൽ പ്രവേശിപ്പിച്ചു. ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമൂഹം സ്വർഗ്ഗരതിയെ ഇഷ്ടപ്പെട്ടിരുന്ന ആളുകളാണ്. ലൂത്ത് നബി അലൈഹിസ്സലാം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെതാകുന്ന ഏതാനും ചുരുങ്ങിയതാകുന്ന സാലിഹീങ്ങൾ ഒഴികെ ബാക്കിയുള്ള സർവരും മോശമായ രീതിയിൽ ചിന്തിച്ചവരാണ്.
അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലൂത്ത് നബിയും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്ന കുറഞ്ഞ ആളുകളെയും ഒഴിച്ച് ബാക്കിയുള്ള നാട്ടുകാരെ പരിപൂർണമായി അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞു. ഒരൊറ്റ ദിവസം കൊണ്ട് അല്ലാഹു ഇല്ലാതാക്കുകയാണ്. സംഭവങ്ങളെല്ലാം അല്ലാഹു വിവരിച്ചിട്ട് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, വഅദ്ഖൽനാഹു ഫീ റഹ്മതിനാ. ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹിസ്സലാമിനെ നശിപ്പിക്കാതെ, അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാതെ നമ്മുടേതാകുന്ന കരവലയത്തിൽ നാം ഒതുക്കി, നമ്മുടേതാകുന്ന സംരക്ഷണം നാം കൊടുത്തു. അദ്ദേഹം നമ്മുടെ കാരുണ്യത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹം വിശ്വാസിയാണ്. അദ്ദേഹം സ്വാലിഹായ മനുഷ്യനാണ്. അദ്ദേഹം മോശമായ വ്യക്തിയല്ല, അദ്ദേഹം സ്വാലിഹായ വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ നാം ബുദ്ധിമുട്ടിച്ചില്ല, ഇടങ്ങേറാക്കിയില്ല. ഖുർആൻ ഇങ്ങനെ ഓരോ പ്രവാചകന്മാരെയും പറയാൻ സാധിക്കും. ഖുർആൻ സമയമില്ല, അവരൊക്കെ ഓതിയാൽ ഒരുപാട് സമയമെടുക്കും. 25 പേരെ കുറിച്ചും അല്ലാഹു പറയുന്നുണ്ട് വിവിധ സ്ഥലങ്ങളിൽ. സൂറത്തുൽ അൻആം ദാ 1-2 പ്രവാചകന്മാരുടെ പേരുകൾ അടുപ്പിച്ച് അല്ലാഹു പറയുന്നു. ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വവഹബനാ ലഹു ഇസ്ഹാഖ വയാഖൂബ് കുല്ലൻ ഹദൈനാ ونوحا هدينا من قبل ومن ذريته داود وسليمان وأيوب ويوسف